ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ വീട്ടിലെ ഒരു പഴച്ചെടി എന്ന് പറയുമ്പം അവിയുമാണ്. അവിയു ആദ്യമായി ഒരു കാ പഴുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് നോക്കാം. അതെ, നമ്മളത് കിളി കൊണ്ടുപോകാതിരിക്കാൻ കൂടിട്ട് കെട്ടി വെച്ചിരിക്കുകയാണ്. ഇത് വേറെ കായുണ്ട്, അത് കാണിക്കാം. വീഡിയോ നമ്മൾ ഇട്ടിട്ടുള്ളതാണ്. നടുന്ന വീഡിയോയും ഇത് നട്ട സമയത്ത് നമ്മൾ വീഡിയോ എടുത്തിട്ടുള്ളതാണ്, അത് ഇട്ടിട്ടുള്ളതുമാണ്. ഇതിപ്പോൾ ഇത്രയും വലുതായി. ഇത് കാ വേറെ ഉണ്ട്, അത് നമ്മളെ കാണിക്കാം. ഉണ്ടോ? വേണ്ടേ, നല്ലതുപോലെ പഴുത്ത് നിൽക്കുകയാണ്. ഇതിൻ്റെ ടേസ്റ്റ് വലിപ്പമില്ല. ഇത് ആദ്യമായിട്ടുണ്ടായ കായല്ല. ഇത് വേറെ ചെറിയ കായ ഉണ്ടായി ഇങ്ങനെ പൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതേതായാലും നല്ലതുപോലെ ഉണ്ടായി. കാണുന്നുണ്ടോ? അപ്പം നമുക്ക് ഈ കായ ഒന്ന് പറിച്ച് നോക്കാം. നമുക്ക് ഇത് തന്നെയല്ല, ഞൊട്ടാഞ്ഞെടിയനും മറ്റ് എല്ലാ പഴച്ചെടികളും നമ്മുടെ ഇവിടെ ഉണ്ട്. ഞൊട്ടാഞ്ഞെടിയൻ ഉണ്ടോ? ഇതുണ്ട്. അപ്പുറത്തെല്ലാം മാറി നിൽപ്പുണ്ട്. ഇതിലെല്ലാം നിറച്ച് കായായി. ഇത് നമ്മൾ പഴുക്കുന്നതനുസരിച്ച് വീട്ടിലെ എല്ലാവരും വന്ന് പറിച്ച് തിന്നുകയാണ്. അപ്പം അതാണ്. നമുക്കത് ഈ കായ ഒന്ന് പറിച്ച് നോക്കാം അല്ലേ? ഓക്കെ, ഒന്ന് പറിച്ച് നോക്കാം. എന്താ നല്ല മഞ്ഞ കളറായി അല്ലേ? ഇതിന്റെ ടേസ്റ്റ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് നമ്മൾ മറ്റുള്ള പല വീഡിയോയിലും നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത് നമ്മൾ ആദ്യമായിട്ടാണ് ഈ പഴം കഴിക്കാൻ പോകുന്നത്. ഇതെങ്ങനെയാണെന്ന് നോക്കാം. നമുക്കൊന്ന് മുറിച്ച് നോക്കാം. ഇതിന്റെ തൊലി എന്തുമാത്രം കനമുണ്ടെന്നൊന്നും നമുക്കറിയാൻ മേല. എന്തായാലും ഒന്ന് മുറിച്ച് അല്ല, ഏതായാലും ഇത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി സാധനം. എന്നാ മധുരമാ, എന്നാ ടേസ്റ്റാ. നല്ല അടിപൊളിയാ, നല്ല ടേസ്റ്റ്. ഒരു പ്രത്യേക രീതിയിലുള്ളൊരു മധുരമാണ്. എന്തായാലും സൂപ്പറാണ്. നമ്മുടെ വീട്ടിലെ ആദ്യം ഉണ്ടായ അവിയൂലെ പഴം നമ്മൾ പറിച്ചു. എല്ലാ വീട്ടിലും ഇത്ര 2-3 ചെടികൾ. നമ്മൾ സ്ഥലമൊക്കെ ചുമ്മാതെ വേസ്റ്റായിട്ട് ഇടുകയല്ലേ, അവിടെ ചുമ്മാതെ 2-3 ചെടികൾ ഇങ്ങനെ വെച്ചിരുന്നാൽ ഇതുപോലെ നമുക്ക് നല്ല ഫ്രൂട്ട്സുകൾ കഴിക്കാൻ സാധിക്കും. ഇതൊക്കെ നമ്മൾ വിലയ്ക്ക് മേടിച്ച് കഴിക്കുന്നതല്ല, നമ്മുടെ വീട്ടിലുണ്ടായി നമ്മൾ തന്നെ ഇത് വളർത്തി ഇതെല്ലാം പഴം കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ചെറുത് വേറെ ഒത്തിരി ഉണ്ട്, ഒത്തിരി കായുണ്ട്. അടുത്ത പ്രാവശ്യം ഇതിനെ നിറച്ചുണ്ടാവുന്നതാണ് വിശ്വസിക്കുന്നത്. ഇനിയിപ്പോൾ ഇങ്ങനെ ചെറിയ കായ ഉണ്ടായിക്കൊണ്ടിരിക്കുകയല്ലേ, ഇതെങ്ങനെയാണെന്നൊന്നും നമുക്കറിയാൻ മേല. ഏതായാലും നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ടുണ്ടായ അവിയു പഴം നമ്മൾ പറിച്ചു. ഇനി ഇത് ഞൊട്ടാഞ്ഞെടി എങ്ങനെ വെച്ചാൽ ഇതിലെല്ലാം ഒത്തിരി ഉണ്ട്. ഇത് നമ്മൾ ഒരു ചെടി നമ്മൾ നട്ടിരുന്നതാണ്, അതേ നരി വീണാണ് ഇങ്ങനെ മൊത്തം അപ്പുറത്തെല്ലാം ഉണ്ട്, എല്ലാം കിളുത്തിരിക്കുന്നത്. ഇത് നമ്മൾ വരുന്നവർ തന്നെ എല്ലാം പറിച്ച് വീട്ടിലുള്ളവർ പറിച്ച് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഞൊട്ടാഞ്ഞെടി ഒരെണ്ണം പറിച്ച് അതൊന്ന് കണ്ടോ, അകത്തൊരു ചെറിയ മഞ്ഞ കളറോട് കൂടി കാണും. വേണ്ടേ വേണ്ടേ എന്താ, ഇതൊരു ചെറിയ പുളിയും ഒരു ചെറിയ മധുരവും എല്ലാം കൂടെ ഉള്ള ഒരു ടേസ്റ്റാണ്. ഇത് നമ്മുടെ വീട്ടിലുള്ളവരെല്ലാവരും ഇങ്ങനെ വരുമ്പോൾ പഴുക്കുന്നതനുസരിച്ച് പറിച്ച് തിന്നുകയാണ്. ഓക്കെ.
നനച്ചാൽ തീരും.